നമ്മളെ കൊണ്ട് സാധിക്കുന്ന പറയണതിൻ്റെ അതായത് എൻ്റെ ട്വിൻസാണ്. തട്ടുമ്പോഴായാലും ഒരുപാട് ഇത് ചെയ്യുന്നു. കരയണ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്നു. ഞാൻ എടുത്തില്ലെങ്കിൽ അവർ കരയുന്നു. ഞാൻ വിചാരിച്ചു എന്നെ കൊണ്ട് എനിക്കേ പറ്റുള്ളൂ എന്നുള്ളത്. എനിക്ക് ട്വിൻസ് ആണെന്ന് അറിഞ്ഞ സമയത്ത് സ്കാനിങ് 7ാം മാസത്തിലാണ് ഞാൻ അറിഞ്ഞത്, അതായത് 6th ലാസ്റ്റ് ടൈമിൽ. അപ്പൊ അറിഞ്ഞ് പുറത്ത് വന്നപ്പോൾ ഇന്നും എനിക്ക് ആ ഒരു സീൻ ഓർമ്മയുണ്ട്. എൻ്റെ അമ്മ നെഞ്ഞത്തും തലയിലും കയ്യിൽ ഇങ്ങനെ വെച്ചത്. എൻ്റെ ചേട്ടനെ വിളിച്ചു പറഞ്ഞപ്പോൾ അവിടെ കാർ ഓഫ് ചെയ്തിട്ട് അവർ നിന്നു എന്ന് പറഞ്ഞു. പക്ഷെ ഈ 2 വ്യക്തികളും ഈ പറയണ പോലെ അവരല്ല ടെൻഷൻ എടുത്തതോ, ഒന്നിനും ഉണ്ടായിരുന്നില്ല. ഞാനപ്പോൾ വിചാരിച്ചു നമ്മളെ കൊണ്ട് സാധിക്കും, നമ്മളെ കൊണ്ട് പറ്റുന്ന നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ചേട്ടൻ പല കാര്യങ്ങളും നിന്നെ കൊണ്ട് പറ്റും എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ട് പോകും. അവർക്കറിയാം എന്നെ കൊണ്ട് പറ്റുമെന്നുള്ളതും ഞാൻ വിചാരിച്ചാൽ നടക്കാത്തതായിട്ട് ഒരു കാര്യമില്ല എന്ന് എൻ്റെ ചേട്ടൻ 100% അറിയാം. അതേപോലെ തന്നെയാണ് എനിക്ക് എൻ്റെ കുട്ടികളെ നോക്കണം എന്നുള്ളതായിരുന്നു. കറക്റ്റായിട്ട് ഞാൻ നോക്കുമ്പോഴാണ് എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുക. അവർ നോക്കുന്നത് അത് പല രീതിയിൽ. ഇപ്പം കരയുന്ന കുട്ടിക്ക് ഭക്ഷണം കൊടുക്കാൻ പാടില്ല, പക്ഷെ കുട്ടികൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരാളെ ഞാൻ നോക്കുമ്പോൾ അടുത്ത ആളെ അവർ കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. ഇപ്പൊ കരയണ കുട്ടി ഇങ്ങനെ ശ്വാസം എടുക്കുമ്പോൾ അത് നെറുകയിലേക്ക് പോകും. അങ്ങനെയൊക്കെ എങ്ങനെ ഞാൻ അതിന് ഇതാക്കാന്നുള്ളത് ഞാൻ പഠിച്ചു. എപ്പോഴും ഞാൻ പറയും എന്നെ കൊണ്ട് സാധിക്കും ഭഗവാനെ നീ കൂട്ട് നിൽക്കണേ എന്ന് പറഞ്ഞിട്ട്. അതേപോലെ എൻ്റെ ഒരു കസ്റ്റമർ ഉണ്ട്, കേക്കിന്റെ കസ്റ്റമർ, സോണി എന്നാണ് പേര് കേട്ടോ. UK എനിക്ക് തോന്നുന്നു 28 കഴിഞ്ഞപ്പോൾ മോളെയും കൊണ്ട് UK പോയി. നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് പറയുമ്പോഴാണ് നമുക്ക് താങ്ങാൻ ആൾക്കാരുണ്ടാകുമ്പോഴാണ് ക്ഷീണം കൂടാന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാൻ ആരുടെയും താങ്ങലിന് ഞാൻ കാത്തു നിന്നിട്ടില്ല. ഏറ്റവും ഫസ്റ്റ് ഓഫ് ഓൾ അതാണ് ഒരു കാര്യം. അപ്പൊ സോണി എന്ന് പറയുന്ന ആള് എൻ്റെ ഏറ്റവും വലിയ, ഞാനും ഈ പറഞ്ഞ പോലെ ട്വിൻസിനെ നോക്കും. ഇപ്പൊ റിലേഷനിലൊക്കെ ഒരു കുട്ടീനെ നോക്കാൻ പറ്റാണ്ട അച്ഛന്റെ സൈഡിൽ നിന്ന് അമ്മയുടെ സൈഡിൽ നിന്ന് എല്ലാവരും കൂടെ പറ്റില്ല എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിക്കും ഈശ്വര ഞാനൊക്കെ ഇത്ര മഹാനാണ്, ഞാൻ പോരാളിയാണെന്ന് പറയും. എൻ്റെ മക്കളോട് പറയും അമ്മ ഒരു പോരാളിയായിരുന്നു എന്നുള്ളത്. നമ്മുടെ KGF. ഇപ്പോൾ സോണി എന്ന് പറയുന്ന ആള് UK ജോലി. 28 കഴിഞ്ഞപ്പോഴാണ് തോന്നുന്നു മോളെയും കൊണ്ട് പോയത്. നല്ല രീതിക്ക് ഉറപ്പായിട്ടും ചുറ്റുവട്ടത്ത് നിൽക്കുന്നവരൊക്കെ ചിലപ്പോ 2 വീട്ടുകാരും പറഞ്ഞിട്ടുണ്ടാവും കുട്ടിയെ കൊണ്ട് എങ്ങനെയാ പോണ്, അല്ലെങ്കിൽ ജോലി നിർത്താൻ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ വേറെ പലരും. അത്യാവശ്യം നല്ല ഫാമിലിയാണ് ആൾക്ക്. ഇവിടെ ഹസ്ബൻഡിന് ഇവിടെ ജ്വല്ലറിയാണ്. ബാക്കി വല്ലവരാണെങ്കിൽ ഞാൻ ജോലി നിർത്തിയിട്ട് ഇവിടെ വരാൻ പറയും. നമുക്ക് നമ്മുടേതായ ഒരു എന്താ പറയാ, നമുക്ക് നല്ല ബോൾഡ് ഉണ്ട്. നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് സാധിക്കുന്നു വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം സാധിക്കും. അതിനുള്ള വഴി തെളിഞ്ഞു വരും. ഞാൻ എപ്പോഴും പറയാറുള്ളത് അതിനുള്ള വഴി തെളിഞ്ഞു വരും. നമ്മൾ ജോലി വിട്ടിട്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും, സോണിയുടെ കാര്യം എടുക്കും. അപ്പൊ ജോലി വിട്ടിട്ട് നിന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും, നമുക്ക് ആ ലൈഫും അടുക്കും. നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരിക്കും. ഈ കൊച്ചുണ്ടായതിനു ശേഷമാണ് എൻ്റെ സ്ഥിതി നമ്മുടെ ഈ പറയണ പോലെ ആളുടെ ഡിസിഷൻ സ്ട്രോങ് ആയത് കൊണ്ടാണ് ബാക്കി എല്ലാവരും സ്ട്രോങ് ആയത്. ആൾ തന്നെ ഡിസിഷൻ സ്ട്രോങ് ആയിട്ട് എടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യും? മറ്റുള്ളവരുടെ വാക്കിന് പതറാൻ ഞാനിങ്ങനെ ആടാൻ നിൽക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ചായാൻ നിൽക്കുകയാണെങ്കിൽ എല്ലാവരും ചാടിക്കയറുന്നുള്ളതാണ്. ആൾ ഇന്നും സുഖമായിട്ട് ജീവിക്കുന്നു. ഞാനിതുവരെ കണ്ടിട്ടില്ല ആളൊരു നെഗറ്റീവ് സ്റ്റാറ്റസ് ഇടുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഹസ്ബൻഡ് ആയാലും ഒരു നെഗറ്റീവ് സ്റ്റാറ്റസ്, 2 പേരും എൻ്റെ കസ്റ്റമേഴ്സാണ്. അപ്പോൾ ഹസ്ബൻഡ് നെഗറ്റീവ് സ്റ്റാറ്റസ് ഇടുന്നത് കണ്ടിട്ടില്ല, സോണിയും നെഗറ്റീവ് സ്റ്റാറ്റസ് ഇടുന്നത് കണ്ടില്ല. ആളവിടെ പോയി ജീവിക്കുന്ന ആളെ കൊണ്ട് പറ്റുന്ന വിചാരിച്ചു. ആള് പറയുന്ന പോലെ നമ്മളാണ് കുഞ്ഞിനെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ട്, അപ്പൊ നമ്മളെ കൊണ്ട് പറ്റാവുന്ന ഏറ്റവും ബെസ്റ്റ് നമ്മൾ അവർക്ക് കൊടുക്കണം എന്നുള്ളതാണ്. പ്രസവിച്ചിട്ട് ഇവിടെ നാട്ടിൽ വിട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുന്ന ഒരു വിഷമം, 28 കഴിയുമ്പോൾ പോകുമ്പോൾ ഉണ്ടാകുമ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ നോക്കണം. ആ ഒരു കാര്യം ഇതങ്ങനെയല്ല. കുട്ടീനെ നോക്കാൻ വേണ്ടി തന്നെയാണ് പോയത്. ഒരാളെയും കൊണ്ടുപോയിട്ടില്ല, അമ്മേനെയും ആരെയും കൊണ്ടുപോയിട്ടില്ല. ജോലിയും ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നേഴ്സാണ് തോന്നുന്നുണ്ട്. അപ്പോ നമ്മളെ കൊണ്ട് നമ്മൾ വിചാരിച്ചാൽ മതി. അതിനപ്പോ നമുക്കെതിരായിട്ട് ആരും നിൽക്കില്ല. നമ്മൾ ചായാൻ നിൽക്കുന്നാൽ മാത്രമാണ് നമുക്ക് എതിരായിട്ട് വരുന്നത്. ഞാൻ എപ്പോഴും എൻ്റെ മക്കളോട് പറയും, ഒഴുക്കിൽ നീന്താൻ ആർക്കും സാധിക്കും, ഒഴുക്കിനെതിരായിട്ട്
നീന്താനാണ് ബുദ്ധിമുട്ട് എന്നുള്ളത്. അതാണ് ചെയ്യേണ്ടത്. ഒഴുക്കിന് എതിരെ നീന്തി പോയിട്ട് പോകുന്നവരൊക്കെ കുറ്റം പറയല്ല. ഈ പറഞ്ഞ പോലെ ഇപ്പൊ സോണി അങ്ങോട്ട് പോയി, പകരം ഡെയിലി ആള് വിചാരിച്ച ഹസ്ബൻഡിനെ അങ്ങോട്ട് കൊണ്ടുപോയി, UK-ലാണ്, അപ്പൊ നമുക്ക് അറിയാമല്ലോ. പകരം ആളെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഈ പറഞ്ഞ പോലെ നമ്മുടെ ലൈഫ് പോവാണെന്ന് പറഞ്ഞിട്ട് ആള് അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? അല്ലെങ്കിൽ സോണി ഇങ്ങോട്ട് വരികയാണെങ്കിൽ എന്തായിരിക്കും? രണ്ടുപേരുടെയും ജീവിതം ഇതായിരിക്കും. അവര് രണ്ടുപേരും ഇപ്പൊ ഹാപ്പി ആയിട്ടിരിക്കുന്നു. എത്രയോ പേരുണ്ട് ഒരുമിച്ച് ജീവിച്ചിട്ട്, ഒരേ വീട്ടിൽ ജീവിച്ച്, നാട്ടിൽ ജീവിച്ചിട്ട് ഒരു തരത്തിലുള്ള റിലേഷൻഷിപ്പും ഇല്ല, ആർക്കോ വേണ്ടി ജീവിക്കുന്നു, എന്തെങ്കിലും നന്നാവുമെന്ന് വിചാരിച്ചിട്ട് ഈ കാണുന്ന എല്ലാ ഹാപ്പിനെസ്സും വിട്ടിട്ട് ഏതോ നാള് കിട്ടാൻ പോകുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നു. മണ്ടത്തരമാണ്. അകലെ ഇരുന്നാലും സ്നേഹം ഉണ്ടാവും. എത്രയോ ആൾക്കാർ വളരെ അടുത്തിരുന്നിട്ട് വർഷങ്ങളോളം കഴിഞ്ഞിട്ടും ഒരു റിലേഷൻഷിപ്പോ സെക്ഷലി ആയിക്കോട്ടെ എന്ത് തന്നെ ആയിക്കോട്ടെ മര്യാദയ്ക്ക് ഒരു വർത്താനം വരത്തെ എത്രയോ പേരുണ്ട്. അപ്പോ സ്നേഹം അടുത്തിരിക്കുമ്പോഴല്ല ഉണ്ടാവുന്നത്, നമ്മൾ പരസ്പരം മനസ്സിലാക്കുമ്പോഴാണ്. അതേപോലെ നമ്മളെ കൊണ്ട് നമ്മൾ സാധിക്കുന്നു വിചാരിക്കുന്ന പോലെ തന്നെ അവരെ കൊണ്ട് സാധിക്കുന്നു വിചാരിക്കുമ്പോൾ രണ്ടോടും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് എന്താണ്? രണ്ടുപേരും ഒരുമിച്ച് അണ്ടർസ്റ്റാൻഡിങ് അല്ല നീ എന്നെ മാത്രം മനസ്സിലാക്ക് എന്നുള്ളതല്ല.